ഹായ് വെൽക്കം. സോ മക്കളെ, നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നമുക്ക് എങ്ങനെ അടിപൊളിയാക്കാം. സോ അതിനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും അതിൽ സ്മാർട്ടപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും ഒരു അടിപൊളി പക്ക പ്രൊഡിക്ഷൻ സീരീസിന്റെ ലൈവുകളും എങ്ങനെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി സീരീസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ മൊത്തം ഈ വീഡിയോ കാണാം. ഒരു ചെറിയ ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, ബട്ട് ഒരു 7-8 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും മുഴുവനും കാണാം. സോ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമുക്ക് അറിയുന്നത് 14 തീയതി ഓഗസ്റ്റ് 14th ആണ്. നാളെ നമ്മുടെ 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും. 80th ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. സോ നാളെ 15ാം തീയതിയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ഓഗസ്റ്റ് 15ലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2 ദിവസം നാളെയും മറ്റന്നാളായിട്ട് 2 ദിവസം നമുക്ക് അവധിയാണ് അല്ലേ. 15നും അവധിയാണ്, 16ാം തീയതി സൺഡേ ആണ്. പിന്നെ വരുന്നത് ഒരു മൺഡേ എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസ്റ്റാർട്ടിങ് പോലെയാണ് എക്സാം ഇന്ന് കഴിഞ്ഞാൽ അല്ലേ. സോ നിങ്ങൾ 2 ദിവസം സാധാരണഗതി നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? 2 ദിവസം കൊണ്ട് അവസാനം പഠിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് തലേദിവസം നോക്കാം. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കാൻ വേണ്ടി പോണത്. കാരണം അറിയോ, തിങ്കളാഴ്ച തുടങ്ങിയാൽ പിന്നെ അടുപ്പിച്ച് എക്സാം ഒരു ദിവസം 2 എക്സാം ഒക്കെ വെച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കും? കൃത്യമായ പ്ലാൻ വേണ്ടേ? ആ പ്ലാനാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് എല്ലാവരും വെൽക്കം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ എങ്ങനെ യൂസ് ചെയ്യാം? സോ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകണം? നമ്മൾ യൂട്യൂബിലൂടെ നമ്മൾ കൃത്യം 8 മണി അല്ലെങ്കിൽ 7:30 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ക പ്രൊഡിക്ഷൻ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്മാർട്ടപ്പിന്റെ. അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ തരും. സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനിയുള്ള മിനിറ്റുകൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് മുതൽ കൃത്യമായിട്ടുള്ള ലൈവുകളിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഫോളോ ചെയ്ത് പോയാൽ എല്ലാവർക്കും ഉറപ്പായിട്ട് എന്ത് കിട്ടും? ഫുൾ 60 മാർക്ക് +2 എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. സോ +2ന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. സോ എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി? സോ നമുക്കറിയാം ഇന്ന് ദിവസം 14ാം തീയതി. ഇന്ന് കൃത്യം 7:30 മണിക്ക് നമ്മൾ ഫിസിക്സിന്റെ ലൈവായിട്ട് വരണതാണ്. നമ്മൾ ഫിസിക്സിന് എന്തായിരിക്കും ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ഫിസിക്സിന്റെ ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ, നമുക്കറിയാം ഫിസിക്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സാറന്മാരാണ് നമ്മളെ വിനായക് സാറും സാലി സാറൊക്കെ ഫിസിക്സ് എടുക്കുന്നത്. 7:30 മണിക്കാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ലൈവിന്റെ ടൈം 7:30 മണിയാണ്. മേ ബി ഇത് 8-8:30 ആവാം. ഇപ്പൊ നിലവിൽ ഇന്നത്തെ ലൈവ് വരുന്നത് 7:30 മണിക്കാണ്. സോ കൃത്യം 7:30 മണിക്ക് നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ. സോ എല്ലാവർക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ. അപ്പൊ നിങ്ങൾക്ക് സാറേ ഫിസിക്സ് എന്താ സാർ ഇപ്പോൾ വന്നിരിക്കണം? നമുക്ക് തിങ്കളാഴ്ച കെമിസ്ട്രി അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ആ പക്ക സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം. വേറെ ഒന്നുമില്ല. നമുക്കറിയാം തിങ്കളാഴ്ചയാണ് കെമിസ്ട്രി എക്സാം അല്ലേ. നമ്മൾ തലേ ദിവസമാണ് കെമിസ്ട്രി മുഴുവനായിട്ട് ഒരു കിഡിലൻ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് പിന്നെ വരുന്ന എക്സാംസ് എല്ലാം നോക്കി കാണാൻ വേണ്ടി പറ്റും. ഫിസിക്സും മാത്സും അടുപ്പിച്ചാ വരുന്നത്, അതും പഠിക്കണ്ടേ? തലേ ദിവസം മാത്രം നമുക്ക് എല്ലാം പഠിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. അപ്പൊ ഇന്ന് നിങ്ങൾ നമ്മളെ സ്മാർട്ടപ്പിന്റെ യൂട്യൂബ് ചാനൽ +2 യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക 7:30 മണിക്ക്. സോ ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ കംപ്ലീറ്റ് ന്യൂമറിക്കൽസ് ചോദിക്കുന്ന 4 ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ന്യൂമറിക്കലും പക്കയായിട്ട് നമ്മൾ എന്ത് ചെയ്യും. ആ ചെയ്യുന്ന അതേ ന്യൂമറിക്കലിലേക്ക് നിങ്ങൾക്ക് വരുന്ന എക്സാംസിന് കാണാൻ വേണ്ടി പോകുന്നത്. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ആ ലൈവിൽ എന്ത് ചെയ്യുക? എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 15ാം തീയതി നാളെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കുന്ന കാര്യം കെമിസ്ട്രിയാണ്. കാരണം 15ാം തീയതി എന്ന് പറയുമ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നത്, നാളെ നമുക്കൊരു ലൈവ് വരും. ആ ലൈവിൽ നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ കെമിസ്ട്രിയിൽ. കാരണം കെമിസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്. കെമിസ്ട്രി നമ്മൾ 1, 2, 3 ചാപ്റ്റർ ഏതൊക്കെ? സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി. ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഷുവർ ഷോട്ട് എന്ത് വരും? ഒരു 35 to 40 മാർക്കിന് ന്യൂമറിക്കൽ വരും. ഇനി മിനിമം ഒരു 30 മാർക്കിന് അടുത്തൊരു ന്യൂമറിക്കൽ ബേസ്ഡ് സൊല്യൂഷൻസോ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ന്യൂമറിക്കൽ എല്ലാവർക്കും പേടി സ്വപ്നമാണ് അല്ലെ. പ്രോബ്ലം വരുമ്പോൾ പാറ്റേൺ മാറുമ്പോൾ ഒക്കെ പേടിക്കും. അതെല്ലാം കംപ്ലീറ്റ്ലി പുതിയ പാറ്റേൺ വരുന്ന ന്യൂമറിക്കൽസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു പക്ക മോസ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ അഞ്ജലി മാമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 7:30 മണിക്കാണ് നമ്മൾ അതിന്റെ ലൈവ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് 16ാം തീയതി നമ്മളെ തലേ ദിവസം കെമിസ്ട്രി എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. 16ാം തീയതി വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മളെ മെയിൻ സാധനം പക്ക പ്രഡിക്ഷൻ സീരീസ്. ഇതിന്റെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു പക്ക ഒരാളെ നമ്മളൊരു ഫെയിമിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാനൊക്കെ വരുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ. നമ്മളെ സ്മാർട്ടപ്പിന്റെ പക്ക പ്രഡിക്ഷൻ സീരീസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്ന് അവിടെ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും പിറ്റേ ദിവസം വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. 12ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറയുന്നുണ്ടെങ്കിൽ ഷുവറാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ വരും.
അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിൽ കയറുക. കാരണം ഇത് പക്കാ പ്രഡിക്ഷൻ റിസർച്ച് R&D നടത്തി നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടീമോട് ഇരിക്കുന്നുണ്ട്. അവരിത് പക്ക പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ്, എക്സ്പീരിയൻസിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന ക്വസ്റ്റ്യൻസിലാണ്. എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും, പുതിയ പാറ്റേൺ വെച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പക്ക പ്രഡിക്ഷൻ സീരീസിൽ ചെയ്യുക. സോ അത് നിർബന്ധമായിട്ട് 16-ാം തീയതി ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന 17-ാം തീയതി അല്ലെ, 18-ാം തീയതി നമുക്ക് എന്ത് വരുന്നുണ്ട്, മാത്സ് എക്സാം വരുന്നുണ്ട്. 17-ാം തീയതി വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, 7:30 മണിക്ക് അതിന്റെ ലൈവ്, മാത്സിന്റെ ലൈവ്. അത് ആരാ കയറാമെന്ന് അറിയാലോ, നമ്മുടെ മാത്സിന്റെ കിങ് ആയിട്ടുള്ള ധനേഷ് സാറാണ് എന്ത് ചെയ്യുന്നത്, ആ ലൈവിൽ കയറുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും മാത്സിന്റെ പക്ക പ്രൊഡിക്ഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതും കൃത്യം 7 മണിക്ക്. അത് ശേഷം 18-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, ലൈവ് അവസാനിപ്പിക്കുന്നത് ഫിസിക്സുമായിട്ടായിരിക്കും. സോ അന്ന് 18-ാം തീയതി വരുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫിസിക്സ് ഫാക്കൽറ്റി ടീം തന്നെ വരും, സ്ട്രോങ് ടീം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൈവിലേക്ക് വരും. അന്നും നമ്മുടെ പക്ക പ്രഡിക്ഷൻ സീരീസ് അന്നും 7:30 മണിക്കും അല്ലെങ്കിൽ 8 മണിക്കും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ലൈവുകൾ വരാം. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാം, സാർ ഇതൊക്കെ എങ്ങനെ നമുക്ക് കാണും, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയാം, പേടിക്കേണ്ട. അതിനായി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാം, സ്മാർട്ടപ്പിന്റെ +2 യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ഓക്കെ, പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. നിങ്ങൾ ആ ടൈം അനുസരിച്ച് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. പരമാവധി നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും, ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും, അത് നമ്മളെ വാശിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അതിന് അടുത്തൊരു ചോദ്യമാണ് എല്ലാവരും, സാർ ഈ മെറ്റീരിയൽസ് പഠിച്ചാൽ മാത്രം, ലൈവിൽ ഇടുന്നാൽ മാത്രം പോരല്ലേ, പഠിക്കാൻ മെറ്റീരിയൽസ് വേണം, ക്വസ്റ്റ്യൻ ബാങ്ക് വേണം, ക്വസ്റ്റ്യൻസ് വേണം, ലാസ്റ്റ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വേണം, LMRകൾ വേണം. ഇതൊക്കെ തന്നെ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മളെ ടെലഗ്രാം പേജിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും നിർബന്ധമായിട്ട് നമ്മുടെ ടെലഗ്രാം പേജിന്റെ ലിങ്ക് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ടെലഗ്രാം പേജിന്റെ ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ആ ചാനലിൽ ഇരിക്കുക. ആ ചാനൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസുകളും, അത് നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യാത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF-കളും പ്രഡിക്ഷൻസും എല്ലാം വെച്ചുകൊണ്ടിട്ട് മൈൻഡ് മാപ്സും അതേപോലെ ട്രിക്സും എല്ലാം വെച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് അടങ്ങിയ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മളെ ടെലഗ്രാമിന്റെ പേജിൽ നമ്മൾ എന്ത് ചെയ്യും, ചാനൽ പ്രൊവൈഡ് ചെയ്യും. സോ അതുകൊണ്ട് ആ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. സോ ആ ഒരു ലിങ്കിൽ കയറുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ, യൂട്യൂബും ടെലഗ്രാമും, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഈ ഓണം എക്സാമിന് ഷുവർ തരാം, ഓണം എക്സാം നമ്മൾ അങ്ങോട്ട് തൂക്കും. ഓക്കെ, ഓണം എക്സാം നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും, തൂക്കും. സോ ആ തൂക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യുക. സോ അതുകൊണ്ട് ഈ എക്സാംസിൽ എല്ലാവരും നമ്മളെ കൂടെ അടിച്ചു പൊളിച്ച് പഠിക്കുക, ലൈവിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാംസ് യൂസ് ചെയ്യുക. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഓക്കെ, ബൈ.